വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ ഓർമ്മകൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ആളുകൾ കൂടുതൽ തിരയുന്നത് യൂട്യൂബിലും മറ്റും ഈ കൂട്ടക്കൊലയുടെ വിശദ വിവരങ്ങൾ തന്നെയാണ്. പല ചിത്രങ്ങളും ഇപ്പോൾ വ്യാപകമായി യൂട്യൂബ് വഴി പ്രചരിക്കുന്നുമുണ്ട്. കൊല്ലപ്പെട്ട് കിടക്കുന്നവരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചയിൽ അറപ്പും ഉണ്ടാക്കുന്ന ദുസ്സഹമായ വേദനയായി നമ്മളിൽ പടരുന്ന ഈ ചിത്രങ്ങൾ കാണിക്കാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഈ മരണത്തിനെ തുടർന്നുള്ള എല്ലാ സംഭവ വികാസങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അത് നമ്മുടെ ചെറുപ്പക്കാരുടെ വഴിവിട്ട ജീവിതം തന്നെയാണ്. അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നാട്ടിലെല്ലാം നല്ലവനാണ് എങ്കിലും ഇയാളുടെ അർദ്ധരാത്രിയുള്ള ബൈക്കിൽ കറക്കവും ഇദ്ദേഹം ജോലി ചെയ്യാതെ വീട്ടിൽ ചുരുണ്ടുകൂടിയിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യവും വിരൽ ചൂണ്ടുന്നത് ഇദ്ദേഹത്തിൻ്റെ അടിപൊളി ജീവിതത്തിൻ്റെ കഥകൾ തന്നെയാണ്. അഫാൻ സ്ഥിരമായി വെഞ്ഞാറമൂട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് രാത്രികാലങ്ങളിൽ എത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് 2 പ്രധാന സ്ഥലങ്ങൾ ഇതുപോലുള്ള ലഹരി കേന്ദ്രങ്ങളാണെന്ന് പോലീസിന് നന്നായിട്ടറിയാം. അതിൽ ഒന്ന് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടം ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ച് വൻ ലഹരി മരുന്ന് വ്യാപാരം നടക്കുന്നുണ്ട്. പോലീസിന് ഇതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അവർ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് നിന്നും പലരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അതിനൊന്നും പൂർണ്ണമായ തോതിൽ ഒരു വിഘ്നം വന്നിട്ടുമില്ല. ഇപ്പോഴും നിർബാധം ചെറുപ്പക്കാരുടെ കൈകളിൽ ലഹരി മരുന്ന് കിട്ടുന്നുണ്ട്. മറ്റൊരു സ്ഥലം കവടിയാറാണ്. കവടിയാറിൽ സമ്പന്ന കുടുംബത്തിലെ കുട്ടികൾ വന്നടിയുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയും കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ ലഹരി മരുന്ന് വ്യാപാരം നടക്കുന്നുണ്ട്. ഇതിനായി പലപ്പോഴും രാത്രികാലങ്ങളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അസമയങ്ങളിൽ പോലും ചെറുപ്പക്കാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതിനായി പല ഹോട്ടലുകളും തുറന്നു വച്ചിട്ടുമുണ്ട്. ഹോട്ടലുകളിൽ ലഹരി മരുന്ന് വിൽപ്പന ഉണ്ട് എന്നല്ല പറഞ്ഞു വന്നത്. പകരം ഈ ഹോട്ടലുകളിൽ രാത്രികാലത്ത് ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നു. ആ സമയത്തൊക്കെ ഇതിൻ്റെ വ്യാപാരം നടക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാൻ കഴിയും. ഈ അഫാൻ എന്ന് പറയുന്ന കൊലയാളി പലവട്ടം ഈ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്വന്തം സ്ഥലത്ത് നിന്നും ബൈക്കിൽ രാത്രി ഈ സ്ഥലങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ഒരു സമയം വരുമ്പോൾ പിന്നിൽ ഒരാളും ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഈ അഫാന് മയക്ക് മരുന്ന് ലോബിയുമായി ബന്ധമുണ്ട് എന്ന് കാണിക്കുന്നു. കൂടാതെ ഈ വീട്ടിലെ ഭക്ഷണം കഴിച്ച് വീട്ടിലിരിക്കുന്നൊരു ചെറുപ്പക്കാരന് എന്തിനാണ് ഇത്രയും പണത്തിൻ്റെ ചെലവ് എന്ന് ചോദിച്ചാൽ അതിൽ നല്ലൊരു പങ്കും ലഹരി മാഫിയക്കാരുടെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി ഇയാൾ ഉപയോഗിക്കുന്നതിന് ഈ വീട്ടിൽ നിന്നും വാങ്ങിയതാണെന്ന് വേണം മനസ്സിലാക്കാൻ. പല ആളുകളുടെ മുന്നിലും കടം വാങ്ങാൻ വേണ്ടി പോലും അഫാൻ എത്തിയത് മയക്കുമരുന്ന് വാങ്ങാനുള്ള പണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സ്വന്തം അമ്മുമ്മയുടെ അടുക്കൽ പോലും പലപ്പോഴും കൈനീട്ടി പോകാറുണ്ട്. ഇതെല്ലാം തന്നെ ലഹരി മരുന്നിന് പണം വാങ്ങുന്നതിന് വേണ്ടി ആരുടെ കയ്യിലും ആരുടെ മുന്നിലും കൈനീട്ടാൻ മടി കാണിക്കാത്ത മാനസികാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. ഈ അഫാൻ 3 പ്രാവശ്യമാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഇയാൾ ഈ 3 പ്രാവശ്യവും ഇത് ചെയ്തത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും പൈസ ചോദിക്കും, കൊടുക്കാതെ വരുമ്പോൾ ആത്മഹത്യയ്ക്കുള്ള ശ്രമം നടത്തി വീട്ടുകാരെ പേടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു സമയത്ത് എലിവിഷമാണ് ഇയാൾ കഴിച്ചത് എന്ന് പറയുന്നു. മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലെ നായകൻ പക വീട്ടുന്നത് വരെ കാലിൽ ചെരിപ്പിടാതെ നടന്നതുപോലെ ഇയാളും ഒരു അടിപിടി കേസിന് ശേഷം അവനെ തിരികെ തല്ലുന്നത് വരെ ചെരിപ്പിടാതെ നടന്നതായി ഒരു വാർത്ത വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം,
മാർക്കോ എന്ന സിനിമയിലെ കൂട്ടക്കൊലപാതകത്തിന് സമാനമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ അഫാൻ ചെയ്തു എന്നുള്ളതാണ്. ഇയാൾ പകലൊക്കെ വീട്ടിലിരിക്കുമ്പോൾ കൂടുതലും ഇയാൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എലി വിഷം കഴിച്ചത് ബുള്ളറ്റ് വാങ്ങി കൊടുക്കാത്തതിൻ്റെ പേരിലാണ്. ശരീരത്തിൽ മണ്ണെണ്ണ എടുത്തൊഴിച്ചും ഒരിക്കൽ അവൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും യവൻ താഴേക്ക് ചാടാൻ ശ്രമം നടത്തിയിരുന്നതായി നാട്ടുകാരും പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ യവൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ക്രിമിനൽ മൈൻഡ് നമ്മെ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഇരയായിരുന്നു അഫാൻ എന്ന് പറയാം. കടക്കണി കൊണ്ട് വീട്ടിൽ പലപ്പോഴും ആളുകൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ കുട്ടിയുടെ ആഡംബര ഭ്രമം കാരണം പലപ്പോഴും വീട്ടിൽ പ്രതിസന്ധിയും വഴക്കും ഉണ്ടായിട്ടുണ്ട്. യവൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ഈ വൈമനസ്യവും കാണിച്ചിരുന്നില്ല. കാരണം അവൻ്റെ പ്രധാന ഉദ്ദേശം ലഹരി മരുന്ന് വാങ്ങുന്നതിന് പണം കിട്ടുക എന്നുള്ളതാണ്. പകൽ മുഴുവൻ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് ഉറങ്ങിയും ഉറങ്ങാതെയും കഴിച്ചു കൂട്ടിയിരുന്ന ഈ ചെറുപ്പക്കാരൻ ജോലിക്ക് പോലും പോകാത്തതിൻ്റെ പിന്നിൽ മയക്ക് മരുന്നിൻ്റെ സ്വാധീനമുണ്ട്. വീട്ടുകാരെ ഉപദ്രവിച്ച് പണം വാങ്ങി ഈ മയക്കുമരുന്നിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. 5 നേരം നമസ്കരിക്കുന്നു, അത് നമസ്കരിക്കുന്നതിന് വേണ്ടി പോകുന്നു എന്നൊക്കെ വീട്ടുകാർ ധരിച്ച് വശത്തായിരിക്കുന്നു. അത് പലപ്പോഴും വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പാകം ആയിരിക്കാം, അല്ലാതെ മറ്റൊന്നും എടുത്തു പറയാനില്ല. വീട്ടുകാരുടെ മുന്നിൽ നല്ല പിള്ള ചമയുന്നതിന് വേണ്ടി ഇവൻ നന്നായി അഭിനയിച്ചിരുന്നു. എന്നാൽ വീട്ടുകാർക്ക് ഉപരി നാട്ടുകാർക്കും യാതൊരു തര ഉപദ്രവവും ഉണ്ടാക്കാതെ ഒതുങ്ങിക്കൂടിയ ഒരു പയ്യനായിരുന്നു. അന്തർമുഖനായിരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും കൂടുതൽ ബന്ധങ്ങളും ഇല്ലായിരുന്നു. അനിയനോട് മാത്രമാണ് കൂടുതൽ കമ്പം കാണിച്ചിരിക്കുന്നതും അനിയനോടൊപ്പമാണ് പലപ്പോഴും പലയിടത്ത് യാത്ര പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ മയക്കുമരുന്ന് കഴിക്കുന്ന കുട്ടികൾ അവൻ്റെ ഒരു ചെറിയ ഫ്രണ്ട് സർക്കിളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും മറ്റൊരാളുമായും കൂടുതൽ ബന്ധമില്ലാതെ അകന്നു നിൽക്കുകയും ചെയ്യും. ഒറ്റപ്പെട്ട് പോകുന്നതിനുള്ള ഒരു മനഃശാസ്ത്രമാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. എന്തായാലും അഫാൻ നമ്മളോട് പറയുന്നത്, ഇനി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കരുതലിൽ എടുത്തില്ല എങ്കിൽ ഇപ്പോൾ വെഞ്ഞാറമൂട്ടിൽ സംഭവിച്ചത് ഇനിയും മറ്റു കുടുംബങ്ങളിലേക്ക് സംഭവിച്ചുകൂടായികയില്ല എന്നുള്ളതാണ്. ലഹരി കേന്ദ്രമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മുഴുവൻ ലഹരി വ്യാപാരം പൊടി പിടിച്ച് നടക്കുകയാണ്. ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഏജൻറ്റുമാർ കറങ്ങി നടക്കുകയാണ്. പക്ഷേ പ്രസ്താവനകൾ കൊണ്ടോ ചില ദിവസങ്ങളിലെ ചില സെമിനാറുകൾ കൊണ്ടോ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. സംഘടിതമായ ഒരു നീക്കം ഇതിനെതിരെ ഉണ്ടാവുക തന്നെ വേണം. മാതാപിതാക്കൾ തന്നെയാണ് അതിന് മുൻകൈ എടുക്കാൻ ഉള്ളതും. പക്ഷേ പലപ്പോഴും ഈ ലഹരി മരുന്നിൻ്റെ കുറിച്ച് ഒരു വിവരവുമില്ലാത്ത മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഇത്തരത്തിലുള്ള മനോവിഭ്രാന്തി മനസ്സിലാകാതെയും പോകുന്നുണ്ട്. ആദ്യം ബോധവൽക്കരിക്കേണ്ടത് പേരൻസിനെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് പഠിക്കാവുന്ന വലിയ പാഠം.